വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര റിമാൻഡിൽ. പ്രതി കൊടും കുറ്റവാളിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. ജനരോഷം ഭയന്ന് ശക്തമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരക്ഷ ഒരുക്കിയാണ് പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ചെന്താമരയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള പ്രതിഷേധം ഒഴിവാക്കാനായി ഡിവൈഎസ്പി ഓഫീസിൽ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. നിലവിൽ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് അറിയിച്ചു. ശേഷം പ്രതിയെ ആലത്തൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്നും 500 മീറ്റർ മാത്രം അകലെയുള്ള കോടതിയിലേക്ക് വൻ സുരക്ഷയിലാണ് പ്രതിയെ എത്തിച്ചത്. 3 ജീപ്പിലും 1 ബസ്സിലുമാണ് വൻ പോലീസ് സന്നാഹം പ്രതിയുമായി കോടതിയിലെത്തിയത്. യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം കോടതിയിലേക്ക് എത്തിയത്. ക്രൂര കൊലപാതകം നടത്തിയ പ്രതിയെ കാണാനായി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കോടതി വളപ്പിൽ തടിച്ചുകൂടിയത്. തുറന്ന കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. റിമാൻഡ് റിപ്പോർട്ടും തൊണ്ടിമുതലുകളും ശാസ്ത്രീയ തെളിവുകളും ഒപ്പം ഹാജരാക്കി. കോടതിക്കകത്ത് നാടകീയ രംഗങ്ങൾ ആണ് അരങ്ങേറിയത്. ജഡ്ജി എത്തിയപ്പോൾ തനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് പ്രതി ചെന്താമര തന്നെ മുന്നോട്ട് വന്നു. താൻ എല്ലാ കുറ്റവും ചെയ്തത് ഒറ്റയ്ക്കാണെന്നും തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണമെന്നും പ്രതി ജഡ്ജിയോട് പറഞ്ഞു. തനിക്ക് പരിക്കുകളോ പരാതികളോ ഇല്ല. തന്റെ മകൾ എഞ്ചിനീയറും മരുമകൻ ക്രൈംബ്രാഞ്ചിലുമാണ്. മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ 100 വർഷം വരെ ശിക്ഷിക്കണമെന്നും ശിക്ഷ ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു. ചെന്താമരയ്ക്കായി അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു വക്കാലത്ത് നൽകി. റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം പ്രതി ചെന്താമരയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 12 വരെയാണ് ഇയാൾ ആലത്തൂർ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുക. അതേസമയം പ്രതി ചെന്താമര കൊടും കുറ്റവാളിയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണ്. തുടർച്ചയായി ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. കൊലപാതകത്തിനായി കൃത്യമായ ആസൂത്രണം നടത്തി. പൂർവ്വ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിക്കായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകില്ലെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.